സാക്ഷരതയിലും പുരോഗമന ചിന്താഗതിയിലും നമ്മൾ അഭിമാനിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഇന്നും നമ്മുടെ ക്യാമ്പസുകളിൽ ജാതീയതയുടെ വിഷം ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി നിതിൻ രാജിനെ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെറും ഒരു ആത്മഹത്യയല്ല, മറിച്ച് തന്റെ ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ നിതിൻ അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ പരിഹാസങ്ങളാണ് ഈ കടുംകൈക്ക് പ്രേരിപ്പിച്ചത് എന്ന് കുടുംബം ആരോപിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിതിൻ രാജിന്റെ കേസും കേരളത്തിൽ മുൻപ് നടന്ന സമാനമായ സംഭവങ്ങളും ഇതിനെതിരെ നിലവിലുള്ള നിയമങ്ങളുമാണ്. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. തിരുവനന്തപുരം ഉഴമലക്കൽ സ്വദേശിയായ നിതിൻ രാജ് തന്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്നാണ് ഒരു ഡോക്ടറാവുക എന്ന സ്വപ്നവുമായി കണ്ണൂരിലേക്ക് എത്തിയത്. എന്നാൽ കോളേജിലെ ചില അധ്യാപകരിൽ നിന്നും നിതിൻ നേരിട്ടത് കടുത്ത മാനസിക പീഡനങ്ങളായിരുന്നു. മരണത്തിന് തൊട്ടു മുൻപ് നിതിൻ അയച്ചെന്ന് പറയുന്ന വോയിസ് ക്ലിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തന്റെ ജാതിയെയും നിറത്തെയും അച്ഛന്റെ തൊഴിലിനെയും പരിഹസിച്ച അധ്യാപകരെ കുറിച്ച് നിതിൻ അതിൽ വേദനയോടെ പറയുന്നുണ്ട്. പുഴുത്ത പട്ടി എന്ന് വിളിച്ചും കറുത്ത നിറത്തെ കളിയാക്കിയും ഒരു വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന ക്രൂരതയാണ് അവിടെ നടന്നത്. ഈ സംഭവത്തിൽ 2 അധ്യാപകരെ കോളേജ് മാനേജ്മെന്റ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ദളിത് വിദ്യാർത്ഥിക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമല്ല. ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് ഇത്തരം ഇരകളെ നിരവധി കാണാം. രജനി എസ് ആനന്ദ് ഫീസ് അടയ്ക്കാൻ പണമില്ലാത്തതിനെ തുടർന്ന് ബാങ്ക് വായ്പ നിഷേധിക്കപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്ത് ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്ത ദളിത് വിദ്യാർത്ഥിനി. വിദ്യാഭ്യാസ വായ്പയും ജാതി വിവേചനവും അന്ന് വലിയ ചർച്ചയായിരുന്നു. ദീപ പി മോഹനൻ MG സർവകലാശാലയിലെ ഗവേഷകയായ ദീപ തന്റെ അധ്യാപകനിൽ നിന്നും നേരിട്ട് ജാതി വിവേചനത്തിനെതിരെ നടത്തിയ നിരാഹാര സമരം ഈ അടുത്ത കാലത്താണ്. രോഹിത് വെമൂല കേരളത്തിന് പുറത്താണെങ്കിലും രോഹിത് വെമൂലയുടെ മരണം കേരളത്തിലെ ക്യാമ്പസുകളിലും വലിയ പ്രതിഷേധങ്ങൾക്കും മാറ്റങ്ങൾക്കും വഴിതെളിച്ചിരുന്നു. ക്യാമ്പസുകളിലെ ഇത്തരം ജാതി വിവേചനങ്ങൾ തടയാൻ കർശനമായ നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്. SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ഏറ്റവും ശക്തമായ നിയമമാണിത്. ജാതിപ്പേര് വിളിച്ചുള്ള അധിക്ഷേപം, മാനസിക പീഡനം എന്നിവയെല്ലാം ഇതിന്റെ പരിധിയിൽ വരും. ആന്റി റാഗിംഗ് ലോസ് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം കോളേജുകളിൽ റാഗിംഗ് നിരോധിച്ചിട്ടുണ്ട്. ജാതിപരമായ അധിക്ഷേപവും റാഗിങ്ങിന്റെ പരിധിയിൽ വരാം. UGC ഗൈഡ് ലൈൻസ് സർവകലാശാലകളിൽ ജാതി വിവേചനം തടയാൻ പ്രത്യേക സെല്ലുകൾ വേണമെന്ന് UGC കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. IPC സെക്ഷൻ 306 ആത്മഹത്യാ പ്രേരണ കുറ്റം. നിതിൻ രാജിന്റെ കാര്യത്തിൽ അധ്യാപകരുടെ പെരുമാറ്റം ആത്മഹത്യക്ക് കാരണമായെന്ന് തെളിഞ്ഞാൽ ഈ വകുപ്പ് പ്രകാരം കേസെടുക്കാം. നിയമങ്ങൾ ഉണ്ടെങ്കിലും മനസ്ഥിതികൾ മാറാത്തതാണ് നമ്മുടെ വലിയ പരാജയം. നിതിൻ രാജിന്റെ മരണം ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. അറിവ് പകർന്നു നൽകേണ്ട ഗുരുക്കന്മാർ തന്നെ ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ വിദ്യാർത്ഥികളെ തരം തിരിക്കുന്നത് ലജ്ജാകരമാണ്. നിതിൻ രാജിന് നീതി ലഭിക്കണം. ഇനി മറ്റൊരു വിദ്യാർത്ഥിക്കും ഈ ഗതി ഉണ്ടാകാതിരിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ Facebook, Instagram പേജുകൾ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.